നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഇന്ന് പോയിട്ട് വരട്ടെ. ശരി മോളെ. ചേച്ചി അവള് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തോളും. രാജു അമ്മുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ. നിങ്ങൾ പോയോ? ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഞാനും വരുവാ. ചേച്ചിയുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഫയല് മംഗലശ്ശേരിയിൽ നിന്ന് എടുക്കാൻ മറന്നു. ഓ, എന്നാ കൂടെ പോരെ, ഞാൻ പുറത്തുണ്ട്. എന്തിനിവിടെ നിർത്തിയത്? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ വീട് വിട്ടു പോയ വിവരമൊക്കെ ദക്ഷയ്ക്കറിയാം. നീ അന്നൊരു വെല്ലുവിളി നടത്താതിരുന്നെങ്കിൽ ദക്ഷ സ്വാതി അവളുടെ വഴിക്ക് വിട്ടേനെ. ഇപ്പൊ എന്റെ പിന്നാലെ ദക്ഷ ആളെ വിട്ടിട്ടുണ്ട്. ഞാൻ എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നൊക്കെ ദക്ഷയും മോളും കൃത്യമായിട്ട് അറിയുന്നുമുണ്ട്. യാത്ര തന്നെ ഞാൻ ഈ കാറിലാക്കിയത് അതുകൊണ്ടാ. കല്യാണത്തിന് സ്വാതി തടസ്സമാണെന്ന് തോന്നിയാൽ അവളെ കൊലപ്പെടുത്താൻ ദക്ഷ ശ്രമിക്കും. അതെനിക്കും അറിയാം. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. ചേച്ചി എവിടെയുണ്ടെന്ന് ദക്ഷ അറിയുന്നെങ്കിൽ അത് നിങ്ങളെ പിന്തുടർന്നാവും. അതുമാത്രമല്ല, നിങ്ങൾ വരുന്നത് അച്ഛനും അമ്മയും ചേച്ചി ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു പെണ്ണുമായിട്ട് വിവാഹം ഉറപ്പിച്ച ആളായിട്ടാ ഇപ്പൊ ചേച്ചി നിങ്ങളെ കാണുന്നത്. ദിവസവും നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചി ഇപ്പൊ നിങ്ങളുടെ പേര് മറന്ന മട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചേച്ചിക്ക് ഒപ്പം ഉണ്ടാവും. ചേച്ചി ഓർത്ത് വിഷമിക്കാതിരുന്നാ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മാത്രം വിളിച്ചറിയിച്ചോളാം. നിങ്ങളെന്നെ വിശ്വസിക്ക്. ചേച്ചിയെ ഞാൻ നടത്തിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. നിന്നെ ഞാൻ എന്റെ അവസാന നിമിഷം വരെ വിശ്വസിക്കും. നീ തരുന്ന ധൈര്യത്തിലാവും എന്റെ ഓരോ ദിവസവും കടന്നു പോകുന്ന. സത്യത്തെ ഒരു കതിർമണ്ഡപത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത് എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ ജീവിതം കൊണ്ട് തീർത്താ തീർന്നല്ല നിന്നോടുള്ള കടപ്പാട്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. ജീവിതത്തിൽ ഞാൻ സ്നേഹം അറിഞ്ഞത് എന്റെ ചേച്ചിയിൽ നിന്നാ. എന്റെ ജീവിതം ചേച്ചിക്ക് മാത്രമുള്ളതാ. വലിയൊരു സത്യം നെഞ്ചിലേറ്റി വെക്കുന്നതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. ആ സത്യം ചേച്ചി തിരിച്ചറിഞ്ഞ എന്നെ വെറുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചേച്ചിയുടെ ആ ആവശ്യം സാധിച്ചു കൊടുക്കാൻ എനിക്കാവില്ല. ചേച്ചി എഴുന്നേറ്റ പിന്നെ ഞാൻ കൂടെ ഉണ്ടാവില്ല. എന്റെ ചേച്ചിയോടൊത്തുള്ള അവസാന നാളുകളാണിപ്പോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, നിങ്ങളാരെയും കണ്ടില്ല. അങ്കിള പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയെന്ന്. അമ്പലത്തിൽ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞതല്ലേ? മുത്തശ്ശിയും കാവേരിയപ്പച്ചി രാജുവും വന്നില്ലേ? അച്ഛനൊരു തലചുറ്റല് പോലെ വന്നു. പിന്നെ ഹോമവും മറ്റും ഉണ്ട്. പുകയടിച്ചപ്പോ എനിക്കും വല്ലായ്ക തോന്നി. ഞങ്ങൾ ഇങ്ങ് പോന്നു. ചടങ്ങുകൾ കഴിയാതെ അവരും കൂടി വരുന്നത് ശരിയല്ലല്ലോ. അവരവിടെ നിൽക്കുക. അമ്മേ,
ഹോസ്പിറ്റലിൽ പോണോമേ? സാരല്ല, അസുഖം കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മതി. അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്ന കാര്യം പോലും ഞാൻ മറന്നു. അവള് പോയി ഞാൻ പഴയപടിയായി. അമ്മയ്ക്ക് തീരെ വയ്യാതായ പോലുണ്ട്. ശ്രീകുട്ടി ചെയ്യേണ്ട പൂജകളാ സഞ്ജന ചെയ്തത്. നെഞ്ചു പൊട്ടിയാ ഞാനത് കണ്ടു നിന്നത്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അച്ഛാ? ഈ വീടിന്റെ 2 വിളക്കുകൾ ഒരുമിച്ച് അണഞ്ഞു പോയത്. നമ്മൾ ഇരുട്ടിലുമായി. ആപത്ത് വരാൻ വേണ്ടി മാത്രം ശ്രീകുട്ടി ഈ വീട്ടിൽ വന്നതുപോലെ ഈ കാര്യങ്ങൾ. പോയതും മനസ്സു നൊന്ത് തന്നെയാ. ഒരു പ്രതീക്ഷയൊക്കെ ശ്രീകുട്ടിക്ക് വന്നതായിരുന്നു. വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് വെള്ളമെടുക്കുക. യോ, ഞാനത് മറന്നു. മുമ്പൊക്കെ പുറത്തു പോയിട്ട് വന്നാ അമ്മ കുടിക്കാൻ എന്തെങ്കിലും ആയിട്ടേ മുന്നിലേക്ക് വരൂ. ഞാനിപ്പൊ കൊണ്ടുവരാം. ആ കാലമൊക്കെ പോയില്ലേ? എവിടെ നിന്നോ വന്ന ഒരു കുട്ടി ഒരു പേരക്കുട്ടി തരുന്നതിനേക്കാൾ സ്നേഹം തന്നിട്ട് പോയി. ഇങ്ങോട്ട് വന്നേ. നിന്റെ വേദന എനിക്ക് മനസ്സിലാവും അമ്മു. അങ്ങോട്ട് ഓടിച്ചെന്ന് മുത്തശ്ശനെയും ശ്രീദേവിയേട്ടത്തെയും കെട്ടിപ്പിടിക്കാൻ നിന്റെ മനസ്സ് വെമ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന മുത്തശ്ശന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നത് എങ്ങനെയാ ദിനേശേട്ടാ? ഞാൻ അവരോട് ചെയ്യുന്ന പാപമല്ലേ? നീ വന്ന വിവരം സഞ്ജു പറഞ്ഞിട്ടില്ല. അവരെ കാണാതെ പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം നിനക്ക് ഉത്തരം പറയേണ്ടി വരും. മോളെ അമ്മു, നീ പോയതിനു ശേഷം മരുന്നോ ഭക്ഷണമോ ഒന്നും സമയത്തിന് കഴിക്കുന്ന പോലുമില്ല. കുറച്ചൊക്കെ ഒന്ന് മറന്നു വന്ന സമയമാ. നിന്നെ കണ്ടാൽ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സമാധാനം കൂടി ഇല്ലാതാവും. അമ്മേ, ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നുവോ? ഞാൻ കണ്ട എന്റെ അമ്മയല്ല ഇത്. എല്ലാം മനസ്സിലടക്കിയേ പറ്റൂ മോളെ. അത് നാളെ വരാൻ പോകുന്ന നല്ലതിനു വേണ്ടിയാ. അതിന് കുറച്ച് വേദന സഹിച്ചേ പറ്റൂ. നിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.